ഹലോ, അസ്സലാമു അലൈക്കും. കുറേ ആൾക്കാർ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ. ഞാൻ പിന്നെ വിചാരിച്ചു ആദ്യമൊക്കെ ഫ്രൈഡ് റൈസ് ഇപ്പൊ എന്താ യൂട്യൂബിൽ ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന ഒന്നല്ലേ വിചാരിച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ കുറെ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു ഫ്രൈഡ് റൈസ് ഉണ്ടോ, ചാനലിൽ ഫ്രൈഡ് റൈസ് ഇട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ നമ്മൾ വിചാരിച്ചു നമ്മളതായ സ്റ്റൈൽ, അതായത് സ്റ്റൈലില് റെസ്റ്റോറന്റ് സ്റ്റൈല് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാൻ കാണിക്കാം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്, പക്ക റെസ്റ്റോറന്റ് സ്റ്റൈലില്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എക്സാക്ട് റെസ്റ്റോറന്റ് സ്റ്റൈൽ ഇതാ നമ്മള് ചോറൊക്കെ കണ്ട അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ചോറ് നമ്മള് ഇന്ത്യ ഗേറ്റ് ഒക്കെ പോലെയുള്ള വെള്ള ലോങ് ഗ്രീൻ ബസ്മതി റൈസ് ആണ്. അത് ഒരു 80% വേവിച്ച് 1.5 കപ്പ് അരി ഒരു അരമണിക്കൂർ കുതിർത്തിയിട്ട് തോനെ വെള്ളത്തിൽ വേവിച്ചെടുത്താം. ഉപ്പും ഓയിലും ഒഴിച്ച് തിളച്ചിട്ട് അരി ഇട്ടതിന് ശേഷം ഒരു തിളച്ച് വരുമ്പം ഒരു ചെറുനാരങ്ങ നീര് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 80% ആകുമ്പോൾ ഊറ്റിയെടുത്താണ്. എന്നിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം ഞാൻ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ. അപ്പം കണ്ടോ നല്ല പൂ പോലുള്ള ചോറായിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫ്രൈഡ് റൈസിന് ഉപയോഗിക്കുന്നത്. ഇനി ഇതാ ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ ഒരു കടായി വെച്ചിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വട്ടുള്ള പാത്രം വെക്കണേ. നമുക്ക് വട്ടുള്ള, കാരണം നമുക്ക് മിക്സ് ചെയ്യുമ്പേ അല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പൊ ഇത്തിരി വിസ്താരമുള്ള പാത്രത്തിൽ ചെയ്യണേ. ഇനി ഇത് നമ്മളെ എഗ് ഫ്രൈഡ് റൈസ് അല്ലേ, അതിന് ഞാൻ വലിയ 2 എഗ്ഗ്, ചെറുതാണെങ്കിൽ നിങ്ങൾ 3 എടുത്തോളൂ കേട്ടോ. ഈ ഒരു അളവ് 1.5 കപ്പ് ചോറിനുള്ള ഒരു അളവാണ്. അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചാണ്. വേണമെങ്കിൽ ഒരു ഇത്തിരി നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്താൽ ഒരു സ്പൂണ് പാലുകൂടി ചേർത്താൽ ഒന്നുകൂടി നന്നായിരിക്കും. ഇതൊന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം, ഒന്ന് ചുറ്റി പറക്കിയെടുക്കാം. ഞാൻ എന്താ കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇത് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാൻ ഒരു ടീസ്പൂണോളേ ഉള്ളൂ. അപ്പൊ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കട്ടെ, ചൂടായി എടുക്കാണ്. പിന്നെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ് ഫുൾ ഫ്ലെയിമിലാണ്, നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ എഗ്ഗ്, അതായത് മുട്ട സ്ക്രാമ്പിൾ ചെയ്തത് ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കട്ടെ. അതേപോലെ തന്നെ ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യണേ. ചെറുതാവുമ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഇത് കിട്ടൂല, പൊടിഞ്ഞു പോകും. ചെറിയ ഫ്ലെയിമിലിട്ട് ചെയ്താൽ, ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ ഇങ്ങനെ വലിയ വലിയ പീസായിട്ട് കിട്ടും. ഇനി ഞാൻ സെയിം അതേ പാത്രത്തിലേക്ക് തന്നെ ഇങ്ങനെ ഒരു 1.5 ടേബിൾ സ്പൂണ് നമ്മളെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ വെളിച്ചെണ്ണയിലും ചെയ്യരുത്, ഓലിവ് ഓയിലും ചെയ്യരുത്. അത് രണ്ടിനും ടേസ്റ്റ് മാറിപ്പോട്ടോ. ഫ്രൈഡ് റൈസിന്റെ അല്ലാത്ത കോൺ ഓയിലോ വെജിറ്റബിൾ ഓയിലില്ലേ, ഇതുപോലല്ലേ റിഫൈൻഡ് ഓയിൽ, അതിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതാ ഞാൻ ഒരു 2 ചുള വെളുത്തുള്ളിയാണ് അതാ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ചേർത്തി കൊടുക്കട്ടെ. അതിന്റെ കൂടെ തന്നെ ഇതാ ഞാൻ നമ്മളെ ഉള്ളിത്തണ്ടിന്റെ അടിഭാഗല്ലേ, വെള്ള പോർഷൻ, ഇതാ ആ ഒരു ഭാഗമാണ് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തത്. ഈ ഒരു ഭാഗമല്ലേ നമ്മളെ വെള്ള, അത് കിട്ടാത്തവർക്കാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നമ്മളെ ഉള്ളില് സവാള ചെറുതായിട്ട് അരിഞ്ഞാലും മതിയെ. ആദ്യം ഞാൻ വെളുത്തുള്ളി ചേർത്ത് ഒന്ന് മുപ്പിച്ചെടുക്കട്ടെ. ഇതാ നമ്മള് വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് കളറ് മാറി തുടങ്ങിയിട്ട് ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ വെള്ള പോർഷൻ ഉള്ളി ചേർത്ത് കൊടുക്കട്ടെ. ഇനി ഇതാ ക്യാരറ്റാണ്, ഒരു 1/2 കപ്പ് ഉണ്ട്. ഏകദേശം ചെറിയൊരു ക്യാരറ്റിന്റെ 1/4 ഭാഗമുണ്ട്, നീളത്ത് കട്ട് ചെയ്താണ്, ചേർത്ത് കൊടുക്കട്ടെ. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യുക. ചിലർക്ക് പൊടിയായിട്ട് അരിക്കുന്നതായിരിക്കും ഇഷ്ടം, അതുപോലെ കട്ട് ചെയ്യട്ടോ. പക്ഷെ മോസ്റ്റ്ലി ഫ്രൈഡ് റൈസിൽ നമ്മൾ ഈ ഒരു ഷേപ്പിലല്ലേ കാണല്. അതേപോലെ അതിൻ്റെ കൂടെ അതേപോലെ അരിഞ്ഞു വെച്ച കുറച്ച് കാബേജും ഉണ്ട്, ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്. അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്തോളൂ കേട്ടോ, അധികം കൂടിപ്പോണ്ട. അപ്പോൾ നമ്മളെ ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അതേപോലെ ഇതാ കുറച്ച് ഒരു പകുതി ക്യാപ്സിക്കം ഉണ്ട്. ഇനി ഇതാ ഇത് ഓപ്ഷനലാണ്. ഞാൻ ഇത്തിരി, നമ്മൾ ചിക്കനൊന്നും ചേർക്കുന്നില്ല, എഗ് ഫ്രൈഡ് റൈസ് അല്ലേ, അതുകൊണ്ട് ഞാൻ കുറച്ച് ഗ്രീൻ പീസ് ഫ്രഷ് ഫ്രോസൺ ഉണ്ടായി ഒരു 2 ടേബിൾ സ്പൂണ് ഇട്ടിട്ട്. ഇനി നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നന്നായിട്ട് വെന്തിട്ടങ്ങ് കുഴഞ്ഞു പോവരുത് കേട്ടോ, അപ്പം നമ്മളെ ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മളെ ചോറിന്. അപ്പോൾ അത് എന്നാൽ ഒരു പച്ചച്ചോയ അങ്ങോട്ട് മാറും വേണേ. ഇനി ഇതാ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചോറിൽ ഉപ്പിട്ട് വേവിച്ചാണ്. പിന്നെ നമ്മൾ സോയാ സോസ് ഒക്കെ ചേർക്കുന്നുണ്ട്, അപ്പം അതിൽ ഉപ്പ് ഉണ്ടാവും, അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മുടെ
ചോറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. ചോറ് കട്ട കെട്ടാനൊന്നും പാടില്ല കേട്ടോ, കണ്ടോ, ഇതേപോലെ കിട്ടണം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണോളം പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കട്ടെ. ഇത് വൈറ്റ് പെപ്പർ പൗഡർ ഉണ്ടോ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇതാ ഇത് ഞാൻ 1 ടേബിൾ സ്പൂണ് സോയാ സോസും അതേപോലെ 2 ടീസ്പൂണ് വിനാഗിരി കൂടി മിക്സ് ചെയ്ത് വെച്ചാണ് അതുകൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കുത്തി ഇളക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മുടെ മുട്ടല്ലേ നേരത്തെ മാറ്റി വെച്ച് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഒന്നാമത്തെ ശ്രദ്ധിക്കേണ്ടി ഹൈ ഫ്ലെയിമിൽ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ അല്ലേ ഒക്കെ എടുത്ത് വെച്ചിട്ട് വേണം കേട്ടോ തുടങ്ങാൻ. ഇടയിൽ ചെയ്യാൻ പോയാൽ നടക്കത്തില്ല. ഓക്കെ, നന്നായിട്ട് ഉടച്ചിടാണ്ട് മെല്ലെ മെല്ലെ എന്താ നല്ല സൈഡിൽ നിന്നൊക്കെ അങ്ങനെ ആക്കി കൊടുത്ത് ഇളക്കിയാൽ മതി. പിന്നെ ഒന്ന് ഇതിൻ്റെ ഇത് വെച്ചിട്ട് ഒന്നിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന പോലെയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. പാത്രത്തോടെ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ കാണേണ്ടേ, അങ്ങനെ ചെയ്യാനേ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാ ആ സോയാ സോസ് മാത്രം ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ വിനാഗിരി ഒഴിക്കുമ്പോൾ എന്താണെന്നറിയാം, സോയാ സോസ് ഒഴിക്കുന്ന സമയത്ത് അങ്ങ് ആ കളർ അങ്ങ് കംപ്ലീറ്റ് മാറിപ്പോകും. ഇതിങ്ങനെ ആകുമ്പോൾ അത്ര കളർ ചേഞ്ച് ആവില്ല. കണ്ടോ, നമ്മളെ ആ കടയിൽ നിന്നൊക്കെ കിട്ടല്ലേ വെള്ള ഫ്രൈഡ് റൈസ്, ആ കറക്റ്റ് കിട്ടും. ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അധികം ഉണങ്ങി പോവരുത് കേട്ടോ. ഇത്രേ ഉള്ളൂ. കണ്ടോ എന്തൊരു സിമ്പിളാല്ലേ. ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തൊക്കെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു ഓപ്ഷണൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുകയാണ്. ഇത് ഹോട്ടൽസിലോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ അവർ ചേർക്കുന്നതാണ്. നല്ലെണ്ണ 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കട്ടെ. ഇത് ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷെ ഇത് ചേർത്താൽ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടും കേട്ടോ. നമ്മളെ ചോറൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട്. ആ ഒരു അറ്റ്ലീസ്റ്റ് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. വേവിച്ചൊന്ന് ഫാൻ്റെ ഹോട്ടലൊക്കെ വെച്ചാൽ മതി. അപ്പം അല്ലെങ്കിൽ ഇത് കുഴഞ്ഞു പോകും ചോറ്. നമുക്ക് കുറച്ച് ആ ഉള്ളിത്തണ്ടിൻ്റെ മോൾ ഭാഗവും കൂടി ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. കുറച്ച് ഇതുകൂടി ഇട്ടാൽ നമ്മളെ അടിപൊളി എഗ് ഫ്രൈഡ് റൈസ് കിട്ടി. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് ഞാൻ ഇനി സെർവിങ് ബൗളിലേക്ക് മാറ്റട്ടെ. എല്ലാവരും കണ്ടല്ലോ, നമ്മൾ നല്ല അടിപൊളി ഇപ്പം എന്താ നല്ല സോഫ്റ്റ് ചോറായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒത്തിരി മതി. ഞാനിപ്പം ഗോബി മഞ്ചൂരിയൻ ആട്ടോ ഉണ്ടാക്കി വെച്ചത് കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കോളിഫ്ലവറിൻ്റെ. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാനും ശ്രമിക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പം ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.